നിറഞ്ഞ മനസ്സോടെ സമൃദ്ധിയുടെ നിറവിന്റെ ഉത്സവമായ പൊന്നോണം നിറങ്ങളുടെ വർണ്ണ വിസ്മയ അന്തരീക്ഷത്തിൽ മലയാളി ആഘോഷിച്ചു. അത്തപ്പൂക്കളമൊരുക്കിയും ആർപ്പ് വിളിച്ചും ഓണപ്പാട്ടുകൾ പാടിയും മാവേലി മനനെ വരവേൽക്കാൻ ദിവസങ്ങൾക്ക് മുൻപേ നാട് തയ്യാറെടുത്തു കഴിഞ്ഞിരുന്നു. കാത്തിരുന്നെത്തിയ തിരുവോണം മലയാളികൾ ആവോളം ആസ്വദിച്ച് ആഘോഷിച്ചു. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒരുപോലെ ആവേശമെതിരെയാണ് ആഘോഷങ്ങൾ നടന്നത്. അത്തപ്പൂക്കളം ഒരുക്കിയും ആർപ്പ് വിളിച്ചും ഓണപ്പാട്ടുകൾ പാടിയും മാവേലി മന്നനെ വരവേൽക്കാൻ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ എല്ലാവരും തയ്യാറെടുത്തു കഴിഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ മനുഷ്യന്റെ ഒരുമ ഇവിടെ വിളിച്ചറിയിക്കുകയാണ്. ഇത് എന്തെല്ലാം പ്രശ്നം കേരളത്തിലുണ്ടായാലും ഇതെന്നും തുടർന്നുകൊണ്ടേയിരിക്കും. അതാണ് ഓണം എന്ന് പറയുന്ന വലിയ ദേശീയോത്സവമാണ്. ജാതി മത ഭേദമന്യേ ഉള്ള ഒരു ഉത്സവം. അതുകൊണ്ടാണല്ലോ ദേശീയോത്സവം. ഒരു തുമ്പി വന്നു ചൊല്ലി തുമ്പപ്പൂവിൻ കാതിൽ, ഒരു തുമ്പി വന്നു ചൊല്ലി തുമ്പപ്പൂവിൻ കാതിൽ, വന്നുവല്ലോ മാവേലി തൻ സ്വർണ്ണരഥം ദൂരെ. ഇത്രയും ദിവസം നമ്മൾ ആ ബിസി ഹെക്ടിക് ഷെഡ്യൂളിൽ നിന്ന് 3 ദിവസത്തെ അവധി വരുമ്പോൾ അത് ആഘോഷം തന്നെയാണ്. തീർച്ചയായിട്ടും പുറത്തോട്ടൊക്കെ പോകാൻ പ്ലാനൊക്കെ ഉണ്ടാവും? ഇല്ല, ഓണം ഡേയ്സ് അങ്ങനെ പുറത്ത് ഫാമിലിയുടെ കൂടെ തന്നെ വീട്ടിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ പുറത്ത് പോകാറില്ല, ഓണം ഡേയ്സിൽ പോകാറില്ല. ഓണക്കാലം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടായ്മയുടെ കാലമാണ്. നമ്മൾ ഓണം ഉണ്ണുമ്പോൾ, നമ്മൾ ഒരു ഓണക്കോടി എടുക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ള എല്ലാവരും ഒത്തുചേർന്ന് അവരെ കൂടി ഉൾപ്പെടുത്താൻ പറ്റുവാണെങ്കിൽ, ഒരാൾക്കെങ്കിലും നമുക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കാം ഈ ഓണക്കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മഹത്തരമായ ഒരു കാര്യം എന്ന് വിശ്വസിക്കുന്നു. ഓണക്കോടി ഉടുത്തും ഓണസദ്യ വട്ടങ്ങൾ ഒരുക്കിയും ഓണത്തെ വീണ്ടും അവിസ്മരണീയമാക്കി. ഓണക്കച്ചവടം ലക്ഷ്യമിട്ട് പല കടകളും കൂടുതൽ സമയം തുറന്നു പ്രവർത്തിച്ചിരുന്നു. മഴ അല്പം ഒന്ന് മാറി നിന്നത് ആഘോഷത്തിന് മാറ്റുകൂട്ടി. തിരുവാവണിരാവ് മനസാകെ നിലാവ്, മലയാളി പെണ്ണിൻ തിരുവോണപ്പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ്, തിരുവോണ പെണ്ണിൻ തിരുവോണപ്പാട്ട്. ചെറുതും വലുതുമായ വസ്ത്രവിൽപ്പനശാലകളിലെല്ലാം വൻ തിരക്കായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവപ്പെട്ടത്. വഴിയോര കച്ചവടങ്ങളും പൊടിപൊടിച്ചു. വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ ഓണാഘോഷം തുടരുകയാണ്. ഓണത്തിലെ ഒരു പ്രധാന ആഘോഷമായിരുന്നു ഓണപ്പൂക്കളമൊരുക്കൽ. തിരുവോണ ദിവസം വരുന്ന മാവേലി തമ്പുരാനെ സ്വീകരിക്കുന്നതിന് അത്തം മുതൽ ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു. അത്തമ്പത്തോണം എന്നല്ലേ ചൊല്ല്. തിരുവോണപ്പുലരിയിൽ കുളിച്ചും കോടി വസ്ത്രമണിഞ്ഞും ക്ഷേത്രത്തിൽ പോയാണ് ആഘോഷങ്ങൾക്ക് തുടക്കം. ക്ഷേത്രാരാധന കഴിഞ്ഞ് തിരികെ എത്തി ഓണസദ്യയിൽ പങ്കാളികളായി. പിന്നീട് അടുത്ത ബന്ധുക്കളെ കാണാനുള്ള യാത്രകളും തുടങ്ങി. ഏതായാലും ഈ ആധുനിക കാലത്തും മാറ്റങ്ങളുടെ കാലത്തും ഓണം ആവോളം ആസ്വദിച്ച് ആഘോഷിക്കാൻ മലയാളി തയ്യാറായിരുന്നു. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.